മാധവേട്ടാ, ഭാർഗവീടത്തേക്ക് സുഖമില്ല. എന്ത് പറ്റി ഭാർഗവീടത്തി? എനിക്ക് തീരെ വയ്യ. ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ? ഇപ്പൊ വേണ്ട. ആ വിലാസിനി വരുന്ന നെല്ല് പുഴുങ്ങ് പാടത്ത് പണിക്കാർക്ക് കൊടുക്കാനുള്ള പണം അലമാരയിലുണ്ട്. ജാനു, കുറച്ച് കാപ്പി കൊണ്ടുവരൂ. നിന്നോടല്ലേ പറഞ്ഞത് അങ്ങോട്ട് പോകണ്ടെന്ന്? ഈ പനി അത്ര നന്നല്ല. അകത്തു പോയി കിടക്കുമോളെ. എന്റെ ഭഗവതി, രക്ഷിക്കണേ. എങ്ങനെയുണ്ട് ഭാർഗവി കൊച്ചിന്? കുളിക്കാറായോ? കുളിക്ക്. അതിന് എത്രയായി? 7 ആയുള്ളൂ. ഇനി ഒരാഴ്ച കൂടെ പിടിക്കും. നിനക്ക് പോയി അവിടെ എന്തെങ്കിലും സഹായിച്ചു കൊടുത്തൂടെ? എന്നെ കൊണ്ട് വയ്യ, എനിക്ക് പേടിയാ. അല്ലെങ്കിൽ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വല്ല പെണ്ണുങ്ങളും അവിടെ പോയി സഹായിക്കുന്നത്. സഹായിച്ച് ജീവിക്കാൻ പഠിക്കും. ആ മാധവൻ കുട്ടിയുള്ളത് ആ പെണ്ണിന്റെ ഭാഗ്യം. ഇതാ കാപ്പി. അവിടെ വെച്ചോ. അതെന്താ, ഞാൻ തന്നെ വാങ്ങൂല്ലേ? ഞാൻ ഇന്ന് രാത്രി കൂട്ടിന് കിടക്കാൻ വരട്ടെ? വേണ്ട. ഇത്ര വെറുപ്പാണോ? ഞാൻ നിന്റെ അമ്മയെ കാണട്ടെ. നിനക്കൊരു കല്യാണം കഴിഞ്ഞു. മതി മതി മതി. ചേച്ചി വിളിച്ചോ? നീ പോയില്ലേ? പോവാണ്. മാധവൻകുട്ടിക്ക് കാപ്പി കൊടുത്തോ? ചോറും കറികളും മൂടി വെച്ചിട്ടുണ്ട്. ചേച്ചിക്ക് എന്തെങ്കിലും? ഒന്നും വേണ്ട, എല്ലാം മടുത്തു വിലാസിനി. ഒരാഴ്ച കൂടി ഉപ്പില്ലാത്ത കഞ്ഞിയും പപ്പടവും കഴിക്കാനല്ലേ വൈദ്യം പറഞ്ഞത്? അത് കഴിഞ്ഞാൽ നേരെ ഇരുട്ടായി. ഞാൻ പോട്ടെ? ഒറ്റയ്ക്ക് പോണ്ട, മാധവൻകുട്ടിയെ വിളിച്ചോളൂ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കൊള്ളാം. ഓ, പട്ടി മുണ്ടും കൊണ്ടുപോയി വീട്ടിൽ ചെല്ലുമ്പം അപ്പൊ എന്നെ തല്ലും. മുണ്ടുക മുണ്ടുക പട്ടി. എന്താ ചാർലി? പട്ടി. എവിടെ? ഒരു പട്ടി. എവിടെ പട്ടി? ഒരു പട്ടി എന്റെ കൂടെ വന്നതാ.
എന്താ വന്നത്? അമ്മ പറഞ്ഞു 3 രൂപ തരാൻ, ഇല്ലെങ്കിൽ 4 രൂപ തരാൻ പറഞ്ഞു. ഞാനോ ചാർലിക്ക് 2 ഉണ്ണിയപ്പം എടുത്തു കൊടുക്ക്. ആരുടെങ്കിലും താക്കോലുണ്ടോ? വലിയ പാടുകളുണ്ടോ ജാനു? അത്ര വലിയ പാടൊന്നും കാണുന്നില്ല. ഇതാ പുസ്തകങ്ങൾ. മാധവേട്ടനൊരു കത്തുണ്ട്. എന്താ വിശേഷം? നാട്ടിൽ നിന്നുള്ള കത്താണ്. തിരിച്ചു ചെല്ലാൻ. എടി പെണ്ണെ, ഈ ഗ്രാമത്തിൽ എനിക്കൊന്നുമില്ല. എനിക്ക് ആകെയുള്ള സന്തോഷം നീ മാത്രമാണ്. നിനക്ക് വേണ്ടി മാത്രമാണ് ഞാനിവിടെ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്നേ നാട് വിട്ടേനെ. അച്ഛന്റെ ഗൗരവം, ചെറിയമ്മയുടെ ശകാരം എനിക്ക് മടുത്തു തങ്കമണി. ഞാനിന്ന് അമ്മയുടെ വീട്ടിൽ പോകുന്നു. എനിക്ക് എന്റെ അമ്മയെ കാണണം. ഏയ്, എന്താ മുഖം പാടിയത്? ഞാൻ പോകുന്നതിനുള്ള വിഷമാണോ? ഞാൻ നാളെ രാവിലത്തെ ബസ്സിൽ തന്നെ മടങ്ങിയെത്തും. മാധവൻകുട്ടി പോയോ? ആഴ്ചക്കന് വീട്ടിലേക്ക് അയക്കാൻ പെട്ട പാട്. അവന്റെ തള്ളയ്ക്ക് കുറെ അരിയും നാളികേരും കിട്ടി. വലിക്കണ്ടെന്ന് വലിച്ചാൽ ക്ഷീണമാ.